ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരായി. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് സിദ്ദിഖ് ഹാജരായത്. ചോദ്യം ചെയ്യലിനായി പിന്നീട് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് പോയി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫും ക്രൈംബ്രാഞ്ച് SP S മധുസൂദനും കൺട്രോൾ റൂമിലെത്തി. അഖിൽ ഷാൻ സാർ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, നമുക്കറിയുന്നത് പോലെ ഇന്ന് രാവിലെ 9:30 നടൻ സിദ്ദീഖ് തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിൽ എത്തിയത്. ഈ ചോദ്യം ചെയ്യുന്നതിനായാണ് രാവിലെ 9:30 സിദ്ദീഖ് കമ്മീഷണർ ഓഫീസിൽ എത്തുന്നത്. അതിന് പിന്നാലെയാണ് 10 മണിയോടുകൂടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിലേക്ക്, പോലീസിന്റെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് എത്തുന്നതും. ഇവിടെ ഇപ്പോൾ നിലവിൽ സിദ്ദീഖിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. ഈ പറയുന്ന അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ആളും ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മെറിൻ ജോസഫ് SP-യും അതുപോലെ തന്നെ S മധുസൂദനും, ക്രൈംബ്രാഞ്ച് SP-യും S മധുസൂദൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ 1-2 മണിക്കൂറായി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനും അതുപോലെ തന്നെ സിദ്ദീഖിനും ഈ ചോദ്യം ചെയ്യൽ വളരെ നിർണായകം തന്നെയാണ്. സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ചില തെളിവുകൾ, ചില സാക്ഷിമൊഴികൾ അടക്കം നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും സിദ്ദീഖ് എന്നുള്ള കാര്യത്തിലും അതും പോലീസ് നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിലവിൽ പോലീസും ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇന്ന് കടക്കുന്നില്ല. അതൊരു പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇന്ന് നടത്തുന്നത്. അതിന് പിന്നാലെ കോടതിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. സിദ്ദീഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു.